ഗൈസ് നമ്മളിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ക്ലാസിയോ റെസ്റ്റോറൻറ്റിലാണ്. നമ്മളിപ്പോൾ അൽഫാമും ഒരു എന്താ പറയുക ഷവർമ പ്ലേറ്റ് അതൊക്കെ കഴിക്കാനാണ് വന്നത്. അപ്പോൾ ഇവരെന്തോ പുതിയൊരു സാധനം വെറൈറ്റി പറയാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പേര് ചിക്കൻ മക്ക ഹണ്ടി. ആരും വേറെ വിചാരിക്കരുത്, പക്ഷെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പുള്ളി വന്നിട്ട് സ്പെഷ്യലാണ് അതാണെന്നൊക്കെ പറഞ്ഞു. നമുക്ക് എന്താണ് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. എൻ്റെ കൂടെ വന്നിരിക്കുന്നത് അപ്പു, ആയില്യ, നവനീതുമാണ്. ഞങ്ങൾ നാലുപേരും കൂടി ഒരു പരിപാടിക്ക് വേണ്ടി ഇറങ്ങിയതാണ്. ഞാനെല്ലാം കാണിച്ചു തരാം. ആയില്യ, അപ്പു, നവനി. ഇതാണ് നമ്മുടെ കട. ഈ ചേട്ടനാണ് നമ്മളോട് പറഞ്ഞത് ഇങ്ങനൊരു സാധനം ഇവിടെ ഉണ്ടെന്ന്. അറിയില്ല എന്താണെന്ന്. നമ്മൾ കയറി കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ തിരക്ക് കൂടി തുടങ്ങി ഗൈസ്. ഒരു കൂട്ടം ആൾക്കാർ വന്നു. അവരും മക്ക ഹണ്ടി കഴിക്കുമെന്നാണ് എൻ്റെ ഒരു വിചാരം. അവന് എന്തോ കൊപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഫുഡ് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. നമ്മുടെ പൊറോട്ട വന്നു. നമ്മുടെ ചിക്കൻ ഹക്ക അല്ല മക്ക ഹണ്ടി, അതാണ് നമ്മുടെ സാധനം. അറിയില്ല എന്താ സംഭവം എന്നുള്ളത്. ഇത് നമ്മുടെ മോരിയൊക്കെ പോലെ ഇരിപ്പുണ്ട്. ചിക്കനാണെന്നാണ് പറയണേ. ഇതിപ്പോൾ ഈ ചട്ടിയിലല്ലേ, ചട്ടിയിലാണ് വന്നത്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ ഗൈസ്, ഞങ്ങളങ്ങനെ കഴിച്ചു. കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ട്. നല്ല സാധനമാണ്. അത്യാവശ്യം വെന്തിട്ടുണ്ട് ഗൈസ്. സെറ്റപ്പാണ്, കുഴപ്പമില്ല. നല്ല വേവുണ്ട്, നല്ല ഫ്ലഷാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. മസ്റ്റ് ട്രൈ എന്ന് പറയാനില്ല, എന്നാലും കൊള്ളാം. അങ്ങനെ ചിക്കൻ മക്ക ഹന്തി മതിയല്ല ഹന്തി നമുക്ക് കഴിച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ മക്ക ഹന്തി കഴിച്ചു. നമുക്ക് 488 രൂപ വന്നുള്ളൂ. ഇത് നല്ലൊരു ഫുഡായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇതാണ് നമ്മുടെ ഷോപ്പ്, ക്ലാസിയോ റെസ്റ്റോറൻറ്റ്. അത്യാവശ്യം നല്ലൊരു ഇതായിരുന്നു. ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങി. അപ്പം അതിലെന്ത് നല്ല സന്തോഷമായിട്ട് നിൽക്കുന്നവർ. ഇതാണ് നമ്മുടെ ക്ലാസിയോ റെസ്റ്റോറൻറ്റ്. ലേഡീസൊക്കെ ഉണ്ട്. കൂടെ ഷവായി ഉണ്ട്. ഷവായി എവിടെ? ഷവായി ഉണ്ട്, ഷവർമയുണ്ട്, ടിക്ക ഉണ്ട്. ഇത് മറ്റേ പുള്ളിനെ പോലെ അല്ല. ഷവായി ഉണ്ട്, ടിക്ക ഉണ്ട്, വീട്ടിൽ പോവാ, ഷവർമ ഉണ്ട്. ഇതാണ് ക്ലാസിയോ റെസ്റ്റോറൻറ്റ്. എടപ്പള്ളിയിലാണ് കട വരുന്നത്. നമ്മള് കട വരുന്നത് എടപ്പള്ളി ലുലുമാളിന്റെ അവിടെ നിന്ന് ഒരു 100 മീറ്റർ ഇപ്പുറം വന്ന് ലെഫ്റ്റ് സൈഡില് ക്ലാസിയോ റെസ്റ്റോറൻറ്റ് എന്നാണ് കടയുടെ പേര്. നമ്മളങ്ങനെ കാറിനടുത്തെത്തി നമ്മൾ പോവാണ് ഇംഗ്ലീഷ് കോളേജ്. ഇതൊക്കെ എന്തിട്ട് കടയാ? മാരിയറ്റ്. നമുക്ക് ഇവിടെ തന്നെ മാരിയറ്റ് കാണാം ഗൈസ്. അതാണ് നമ്മുടെ സ്ഥലം. ലുലു ഗ്രൂപ്പ് ഇന്ത്യ ഹെഡ് ഓഫീസ് അത് തന്നെ. ക്ലാസിയോ റെസ്റ്റോറൻറ്റ്, പിന്നെയും ക്ലാസിയോ റെസ്റ്റോറൻറ്റ് നമ്മൾ വന്നു. തൊട്ടടുത്ത് തന്നെ അതാ കട. ഞങ്ങൾ എടപ്പള്ളിയിൽ വന്നോണ്ടിരിക്കുന്നു. ഓഫീസ് സ്ക്വയറോ ഗൈസ്. അപ്പം നല്ലൊരു കടയായിരുന്നു, നല്ലൊരു ഫുഡായിരുന്നു. അപ്പൂരെന്തോ പറ്റി, അപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നടക്കണ്ട്. ഹന്തി കഴിച്ചതിൻ്റെ ഞാൻ തോന്നുന്നു, എനിക്കറിയില്ല കറക്റ്റായിട്ട്. ഹന്തി കഴിച്ചതിൻ്റെ ഒരു ക്ഷീണം കാണുന്നുണ്ട്. നല്ല ഫുഡ് നല്ലതായിരുന്നില്ലേ? അടിപൊളിയായിരുന്നില്ലേ? ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്നില്ല അവൻ. ബാക്കി എല്ലായിടത്തും റെക്കമെൻഡ് ചെയ്യാറുണ്ട്. എവിടെ പോയാലും റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഇവിടെ അവൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യും. കുഴപ്പമില്ല, നല്ലൊരു ഫുഡാണ്, നല്ലൊരു ആംബിയൻസ് ആണ്. ഇതെല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലാസിയോയുടെ റെസ്റ്റോറൻറ്റിലെ ആൾക്കാരും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്. Good night guys.